ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് K2ൻ്റെ DHSലെ ഫോർത്ത് മോഡ്യൂളിൽ വരുന്ന ഡിസൈൻ ഓഫ് ട്രപ്പിസോഡൽ നോച്ചാണ്. 4 ഡിസൈനാണ് ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അതിൽ ഒരു ഡിസൈനാണ് ട്രപ്പിസോഡൽ നോച്ച് ഫാൾ. അപ്പം ഇതാണ് ഒരു ട്രപ്പിസോഡൽ നോച്ച് ഫാൾ. ഇതിൽ ഈ വരുന്നതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ പേരാണ് അബഡ്മെൻറ്റ്. ഇതാണ് നമ്മുടെ ഡ്രോപ്പ് വാൾ, ഇതാണ് നമ്മുടെ ട്രപ്പിസോഡൽ നോച്ച് ഫാൾ ആണ് ഈ സാധനം. പിന്നെ ഇതാണ് അതിൻ്റെ റിംഗ് വാൾ, ഇത് റിംഗ് വാളാണ്. പിന്നെ ഇവിടെ ഒരു വാട്ടർ കുഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിസൈനിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഇതൊക്കെയാണ്. പിന്നെ ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഒരു ഫോട്ടോ. അതിങ്ങനെ വരും. നമ്മൾ പടം വരയ്ക്കുമ്പോഴും ഇങ്ങനത്തെ ഡിസൈൻ വേണം നമ്മളിതിൽ വരയ്ക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആണ് ആദ്യം നോക്കാനുള്ളത്. ഡിസൈൻ എ കനാൽ ഡ്രോപ്പ് ഓഫ് 2 മീറ്റർ വിത്ത് ഫോളോയിങ് ഡേറ്റ. അതിൽ ഫുൾ സപ്ലൈ ഡെപ്ത് തന്നിട്ടുണ്ട്. ഇത് അപ്സ്ട്രീമിന്റെ കണ്ടീഷൻസ് ആണ്, ഇത് ഡൗൺ സ്ട്രീമിന്റെ കണ്ടീഷൻ ആണ്. അപ്പോൾ നമുക്ക് അപ്സ്ട്രീമിന്റെ കണ്ടീഷനിൽ ഫുൾ സപ്ലൈ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, ബെഡ് വിഡ്ത്ത് 6 മീറ്റർ തന്നിട്ടുണ്ട്, വെൽ ലെവൽ തന്നിട്ടുണ്ട്, ഫുൾ സപ്ലൈ ലെവൽ തന്നിട്ടുണ്ട്, പിന്നെ ഹാഫ് സപ്ലൈ ഡെപ്ത് ഒക്കെ അങ്ങനെയുള്ള എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് 1 നമ്മൾ ഫുൾ സപ്ലൈ കണ്ടീഷനും കൊടുക്കുന്നതാണ്. ഹാഫ് സപ്ലൈ കണ്ടീഷനും കൊടുത്തിട്ട് ഇതാണ് നമ്മുടെ ട്രപ്പിസോഡൽ നോച്ച്. ഇതിന്റെ ഡിസൈനാണ് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത്. ഇതിന് നമുക്ക് എന്ത് വേണം? ഇവിടുത്തെ ലെങ്ത് വേണം, താഴത്തെ ലെങ്ത് വേണം, ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ ആവശ്യമുള്ളത്. ഫുൾ സപ്ലൈ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈ നോച്ചിൽ കൂടെ ഫുൾ ലെങ്തിൽ വെള്ളം പോകും. അപ്പോൾ അവിടുത്തെ നമുക്ക് ഈ ക്വസ്റ്റിൽ തന്നേക്കുന്ന എത്രയാണോ നമ്മൾ ഡിസ്ചാർജ്, ആ ഫുൾ ഡിസ്ചാർജിലായിരിക്കും ഇവിടെ വെള്ളം പോകുന്നത്. ഈ ഹാഫ് സപ്ലൈ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ പകുതിയിൽ മാത്രമേ വെള്ളം കാണത്തുള്ളൂ. അപ്പോൾ അവിടുത്തെ തന്നേക്കുന്നതിന്റെ പകുതിയായിരിക്കും അവിടുത്തെ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഫോർമുലയാണ് Q = 2.99 ഇൻറ്റു C ഇൻറ്റു D/3/2 ഇൻറ്റു L + 0.4 ND എന്ന് പറയുന്നത്. ഇതിൽ Q എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം കണ്ടീഷനിലെ ഡിസ്ചാർജ് ആണ്. C എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആണ്. ഇത് നമ്മൾ അസ്യൂം ചെയ്യാൻ മിക്ക ക്വസ്റ്റ്യനും ചെയ്യാറ്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതെടുക്കും, അല്ലെങ്കിൽ 0.7 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ് ചെയ്യണം. ഈ എല്ലും എന്നും ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഫുൾ സപ്ലൈ കണ്ടീഷനിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്യും. ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആദ്യം Qന് പകരം 2 കൊടുക്കും, Dക്ക് പകരം 1.5 കൊടുക്കും. ഇതെടുത്ത് ഈ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എല്ലിനും എന്നിനും കൂടെ ആയിട്ട് ഒരു ഇക്വേഷൻ കിട്ടും. അതേപോലെ ഹാഫ് സപ്ലൈ കണ്ടീഷനിൽ കൊടുക്കുമ്പോഴും എല്ലിനും എന്നിനും ആയിട്ട് 2 ഇക്വേഷൻ കിട്ടും. ഇവിടെ തന്നെ ഇപ്പം എന്താ, ഇവിടെ നിന്ന് ഇക്വേഷൻ നമ്പർ 1ഉം ഇവിടെ നിന്ന് ഇക്വേഷൻ നമ്പർ 2ഉം നമ്മൾ കിട്ടി. ഈ പറയുന്ന ഇതിൽ ഫുൾ സപ്ലൈ, അതായത് ഫുൾ ആയിട്ട് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഡിസ്ചാർജിന് കിട്ടിയ ഇക്വേഷൻ ആണ് ഇതും. ഇവിടത്തെ ഇതിൽ കൂടെ ഹാഫ് ലെവലിൽ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ ഇക്വേഷൻ ആണ് ഇത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് 2 ഇക്വേഷൻ കിട്ടി. അപ്പൊ 2 ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഈ 2 ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്യും. അതായത് L + 0.6 = 0.52 എന്ന് എഴുതും. താഴെ L + 0.4 N = 0.48 എന്നൊക്കെ എഴുതിയിട്ട് ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലിന് ഒരു വാല്യൂ കിട്ടും, എന്നിന് ഒരു വാല്യൂ കിട്ടും. അതാണ് അടുത്ത സ്റ്റെപ്പല്ല ഇതിന്റെ ബാക്കിയായിട്ട്. അപ്പൊ നമുക്ക് എല്ലിന് എന്ത് കിട്ടി? 0.4 എന്നും കിട്ടി, എന്നിന് 0.2 എന്നും കിട്ടി. ഇനിയാണ് നമ്മൾ എന്നിന്റെ ഫോർമുലയിൽ ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എന്നിന്റെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്നിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ 2 tan alpha എന്നാണ്. അപ്പൊ ഇതിൽ നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് ഈ ആൽഫയാണ്. ആൽഫ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ നമുക്ക് ടാൻ ആൽഫയാണ് നിന്ന് കണ്ടുപിടിക്കാനുള്ളത്. ആൽഫയല്ല ടാൻ ആൽഫയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അതിന് വരെ ഈ 2 എന്ത് ചെയ്യും? അപ്പുറത്ത് പോകുമ്പോൾ N/2 എന്നാവും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ടാൻ ആൽഫ എന്തെന്ന് കിട്ടും? 0.1 എന്ന് കിട്ടും. ടാൻ ആൽഫ എന്ന് പറഞ്ഞത് ഈ ഡിസ്റ്റൻസ് ആണ്. ഇതാണ് നമ്മളെ നോച്ചെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്താവും? ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും. അതായത് ഇവിടെ ഒരു റെക്ടാങ്കിൾ പോയതിന് ശേഷം ബാക്കി ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും, ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും. അപ്പൊ ഈ 2 ട്രയാങ്കിളിൽ ഉണ്ടാവുന്ന ആംഗിൾ ആണ്, ഇവിടെ വരുന്ന ആംഗിൾ ആണ് ആൽഫ എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ടാൻ ആൽഫയുടെ വിലയാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ടാൻ ആൽഫയുടെ വില കിട്ടിയത് ഈ ലെങ്തും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ആൽഫയുടെ വില അറിയാം. ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡിന്റെ അറിയാം, ഓപ്പോസിറ്റ് സൈഡിന്റെ അറിയാം. അപ്പൊ അത് തമ്മിൽ നമ്മൾ കൊടുക്കുമ്പോൾ എന്താ? എക്സ് വരും 1.5. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? എക്സിന് ഒരു വാല്യൂ കിട്ടും. എക്സ് ഇപ്പൊ എത്ര എന്നാണ് കിട്ടിയത്? എക്സ് = 0.15 മീറ്റർ എന്നാണ് കിട്ടിയത്. അപ്പൊ ഇതെന്താ? 0.15. ഈ എൽ എത്രയാണ്? എൽ നമുക്ക് നേരത്തെ കിട്ടി 0.4. ഇത് എത്രയെന്ന് കിട്ടി? 0.15. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ മീറ്റർ എത്രയെന്ന് കിട്ടും? 0.15 + 0.4 + 0.15 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ 0.7 മീറ്റർ എന്ന് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ ഇക്വേഷൻ L + ND തന്നെ കൊടുത്തുവാണെങ്കിലും കണ്ടുപിടിക്കാം. 0.4 + 0.2 + 1.5 എന്ന് കിട്ടും. അവിടെ എന്ത് തന്നെ കിട്ടുള്ളൂ? 0.7 എന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് നമുക്ക് കിട്ടി. മുകളിലത്തെ ലെങ്തും കിട്ടി, താഴത്തെ ലെങ്തും കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ഡ്രോപ്പ് വാൾ ബിറ്റ്വീൻ അബഡ്മെന്റ്. അതായത് ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് രണ്ടിനെയും വിളിക്കുന്ന പേരാണ് അബഡ്മെന്റ്. ഇതിന്റെ ഇടയിലുള്ള ഈ ഡ്രോപ്പ് വാളിന്റെ ലെങ്ത് കണ്ടുപിടിക്കുകയാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അപ്സ്ട്രീമിന്റെ ബെഡ് ലെവൽ തന്നിട്ടുണ്ട്, ബെഡ് വിഡ്ത്ത് തന്നിട്ടുണ്ട് 6 മീറ്റർ എന്ന്, ഡൗൺ സ്ട്രീമിന്റെ തന്നിട്ടുണ്ട് 6 മീറ്റർ എന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ഡ്രോപ്പ് വാൾ ബിറ്റ്വീൻ ഔട്ട്ബെന്റ് നമ്മൾ എന്തായിട്ട് എടുക്കും? 7/8 ഓഫ് അപ്സ്ട്രീം ബെഡ് ലെവലിന്റെ ബെഡ് വിഡ്ത്തിന്റെ എന്തായിട്ട് എടുക്കും? ബെഡ് വിഡ്ത്ത് ആയിട്ട് എടുക്കും. 7/8 ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 7/8 × 6 മീറ്റർ കൊടുക്കുമ്പോൾ നമുക്ക് 5.25 എന്ന് കിട്ടും. ഈ മീറ്റർ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ലെങ്ത് ഓഫ് ഡ്രോപ്പ് വാൾ ബിറ്റ്വീൻ ഔട്ട്ബെന്റ് ആയിട്ട് എടുക്കുന്നത്.
ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം ബ്ലഡ് ലെവലിനെക്കാളും ചെറുതായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൗൺ സ്ട്രീം ബ്ലഡ് ലെവൽ എന്ന് പറഞ്ഞാൽ 6 മീറ്റർ ആണ്. നമുക്കിപ്പം കിട്ടിയത് 6 മീറ്ററിനെക്കാളും ചെറുതായതുകൊണ്ട് അത് ഓക്കെയാണ്. അപ്പം നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് വാളിന്റെ പ്രൊഫൈൽ, അതായത് ഡ്രോപ്പ് വാൾ. ഇതാണ് ഡ്രോപ്പ് വാൾ. ഈ ഡ്രോപ്പ് വാളിന്റെ ഡിസൈൻ ആണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പം നമ്മൾ അതിനായിട്ട് ആദ്യം അസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ നോച്ച് പെയറിന്റെ ഡെപ്ത്, അതായത് ഈ തിക്നെസ്സിനെക്കാളും 0.15 ടു അല്ലെങ്കിൽ 15 സെന്റിമീറ്റർ ടു 30 സെന്റിമീറ്റർ കൂടുതലായിരിക്കും ഈ ഡ്രോപ്പ് വാളിന്റെ തിക്നെസ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ആദ്യം ഡ്രോപ്പ് വാളിന്റെ മുകളിലത്തെ തിക്നെസ് ആണ്, ഈ ലെങ്ത് ആണ്. ഇതിനെക്കാട്ടിലും ഒരു 15 സെന്റിമീറ്റർ അല്ലെങ്കിൽ 30 സെന്റിമീറ്റർ വരെ കൂടാമെന്നാണ് നമ്മൾ ആദ്യത്തെ അസംപ്ഷൻ. പിന്നെ അടുത്ത അസംപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെപ്ത് നമുക്കറിയാം എത്രയാണ്, 1.5 ആണെന്ന് അറിയാം. അപ്പം ആ 1.5ന്റെ പകുതിയായിരിക്കും ഇവിടെ എടുക്കുന്ന തിക്നെസ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1.5ന്റെ പകുതി പ്ലസ് ഈ 1.15 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ടോട്ടൽ 0.9 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ അതിനെ റൗണ്ട് ചെയ്ത് എന്താക്കും, 1 മീറ്റർ ആയിട്ട് അസ്യൂം ചെയ്യും. അപ്പം തിക്നെസ് ഓഫ് ഡ്രോപ്പ് വാൾ അറ്റ് സീ ലെവൽ, അതായത് ഈ മുകളിലത്തെ ലെവലിലെ തിക്നെസ് എത്രയായിട്ട് അസ്യൂം ചെയ്യും, 1 മീറ്റർ ആയിട്ട് അസ്യൂം ചെയ്യും. 1 മീറ്റർ ആയിട്ട് അസ്യൂം ചെയ്യില്ല, 1 മീറ്റർ ആയിട്ട് കിട്ടണത് നമുക്ക്. അപ്പൊ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ എത്രയെന്ന് കിട്ടി, ഡ്രോപ്പ് വാളിന്റെ ലെങ്ത് കിട്ടി, മുകളിലത്തെ ഹൈറ്റ് തിക്നെസ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്രോപ്പ് വാളിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം വേണ്ടത്, നമുക്ക് ഡ്രോപ്പ് വാളിന്റെ ഹൈറ്റ് എത്രയെന്ന് ആദ്യം തന്നെ അസ്യൂം ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്സ്ട്രീമിന്റെ ഒരു ലെവൽ തന്നിട്ടുണ്ടായിരിക്കും. ഇതിൽ ഈ ക്വസ്റ്റിന്റെ തന്നിങ്ങനെ 12.5 എന്നാണ്. ഡൗൺ സ്ട്രീമിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ലെങ്ത് അല്ല റെഡ്യൂസ് ലെവലാണ് തന്നേക്കുന്നത്. ഇവിടെ 12.5 എന്നും തന്നിട്ടുണ്ട്, ഇവിടെ 10.5 എന്നും തന്നിട്ടുണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും നമുക്ക് ഡ്രോപ്പ് വാളിൽ കൊടുത്തല്ലേ പറ്റൂ. അത് എത്രയാണ്, 2 മീറ്റർ ആണ് അവിടുത്തെ ഡിഫറൻസ്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്ന H എന്താണ്, ഡ്രോപ്പ് വാളും അപ്സ്ട്രീമിന്റെ റെഡ്യൂസ് ലെവലും ഡൗൺ സ്ട്രീമിന്റെ റെഡ്യൂസ് ലെവലും നമ്മൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഇവിടുത്തെ H. ഇനി DC എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് അപ്സ്ട്രീം സൈഡിന്റെ ഡെപ്ത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും സെയിം ആണ് തന്നേക്കുന്നത്, 1.5 എന്നാണ് തന്നിട്ടുള്ളത്. പിന്നെ അടുത്ത് X എന്ന് പറഞ്ഞാൽ വാട്ടർ കുഷന്റെ ഹൈറ്റ് എത്രയാണോ അതാണ് നമ്മളെ X. ഈ H-ഉം ഈ X-ഉം കൂടെ ചേരുമ്പോഴല്ലേ നമുക്ക് ഫുൾ ഹൈറ്റ് കിട്ടുള്ളൂ ഡ്രോപ്പ് വാളിന്റെ. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ എക്സിന്റെ വാല്യൂ കൂടെ കണ്ടുപിടിക്കുക. ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു ഇക്വേഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ x plus d1 = 0.9 dc root h എന്നുള്ളതാണ്. ഇതിൽ ഹെച്ചിന്റെ വാല്യൂ മനസ്സിലായി, ഡി സി മനസ്സിലായി, D1 മനസ്സിലായി. എക്സ് മാത്രമേ നമുക്ക് അറിഞ്ഞൂടാതെ ഉള്ളൂ. അപ്പൊ എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതിൽ കൊടുക്കും. ഇതിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ 1.5നെയും കൂടെ എടുത്ത് അപ്പുറത്ത് കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, x = 4 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ h എത്രയെന്ന് കിട്ടി, 2 മീറ്റർ എന്ന് കിട്ടി. x എന്ന് പറഞ്ഞാൽ 0.4 എന്ന് കിട്ടി. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 2.4 മീറ്റർ എന്തായിട്ട് കിട്ടും, ഈ ഡ്രോപ്പ് വാളിന്റെ ഓവറോൾ ഹൈറ്റ് ആയിട്ട്, ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമുക്കപ്പം ഡ്രോപ്പ് വാളിന്റെ എന്ത് കിട്ടി, ടോപ്പിന്റെ ലെങ്ത് തിക്നെസ് എത്രയാണെന്ന് കിട്ടി, ഹൈറ്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം, ബോട്ടം തിക്നെസ്സും കൂടെ കിട്ടിയാലേ നമുക്ക് ഡ്രോപ്പ് വാൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ബോട്ടം തിക്നെസ്സിന് വേണ്ടിയാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അതിനുള്ള അടുത്ത ഇക്വേഷൻ ആണ് h + dc / ഇത് റോ. ഇതെന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയെ കാണിക്കാൻ വേണ്ടിയാണ് ഈ സിമ്പൽ. അപ്പൊ h എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവറോൾ ഡെപ്ത് ആണ്. dc എന്ന് പറഞ്ഞാൽ ഡൗൺ അപ്സ്ട്രീമിന്റെ ഡെപ്ത് ആണ്. അപ്പൊ നമുക്ക് ബോട്ടം വിഡ്ത്ത് ഓഫ് ഡ്രോപ്പ് വാളാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിൽ നമ്മൾ എന്തായാലും ഡെൻസിറ്റി എത്രയായിട്ട് എടുക്കും, 2.25 ആയിട്ടാണ് എടുക്കുന്നത്. കാരണം വാട്ടറിന്റെ ഡെൻസിറ്റി നമ്മൾ അങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബോട്ടം വിഡ്ത്ത് കണ്ടുപിടിക്കണം. ബോട്ടം വിഡ്ത്ത് കണ്ടുപിടിക്കാൻ ഫോർമുല അറിയാം നമുക്ക്, 2.4. ഇപ്പൊ എന്താ ഇവിടെ നിന്ന് കിട്ടിയ 2.4, അതാണ് ഓവറോൾ ഡെപ്ത്. അങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ h എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് ഡി സി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഡെപ്ത് ഓഫ് അപ്സ്ട്രീം ആയാലും ഡൗൺ സ്ട്രീം ആയാലും നമുക്ക് എന്ത് തന്നെ 1.5 തന്നെ. ഇനി റൂട്ട് 2.25 കൊടുക്കുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി, 2.6 എന്ന് കിട്ടി. മുകളിലത്തെ ലെങ്ത് നമുക്ക് എത്രയെന്നാണ് കിട്ടിയത്, 1 എന്നാണ് കിട്ടിയത്. ഈ ഓവറോൾ ഡെപ്ത് നമുക്ക് എത്രയെന്നാണ് കിട്ടിയത്, 2.4 എന്നാണ് കിട്ടിയത്. ബോട്ടം ലെങ്ത് ബോട്ടം വിഡ്ത്ത് എത്രയെന്നാണ് കിട്ടിയത്, 2.6 എന്നാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം, ഇതിന്റെ റെഡ്യൂസ് ലെവലും ഇവിടുത്തെ റെഡ്യൂസ് ലെവലും കൂടെ നമുക്ക് കണ്ടുപിടിച്ച് വെക്കാം. നമുക്ക് അവസാനത്തെ ഡിസൈനിൽ അത് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ റെഡ്യൂസ് ലെവലും കൂടെ കണ്ടുപിടിക്കും. അതായത് നമുക്ക് മുകളിലത്തെ, അതായത് ഇവിടെയുള്ള റെഡ്യൂസ് ലെവൽ നമുക്ക് അറിയാം. അതിൽ നിന്ന് 0.4 കൂടെ കുറച്ചാൽ മതി, നമുക്ക് അവിടുത്തെ ഫുള്ള് റെഡ്യൂസ് ലെവൽ കിട്ടും. ബോട്ടം സൈഡ് ഓഫ് ഡ്രോപ്പ് വാളിന്റെ റെഡ്യൂസ് ലെവൽ 8 ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, 0.4 കൂടെ കുറച്ചാൽ 7.6 മീറ്റർ എന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് 4ലേക്ക് പോവാം. നമ്മൾ സ്റ്റെപ്പ് 3 വരെ കണ്ടുപിടിച്ചത് ഡ്രോപ്പ് വാളിന്റെ പ്രൊഫൈലാണ് കണ്ടുപിടിച്ചത്. അതിന്റെ മുകളിലത്തെ ലെങ്ത്, ഹൈറ്റ്, താഴത്തെ ലെങ്ത് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. താഴത്തെ ലെങ്ത് അല്ല, എല്ലാത്തിന്റെയും തിക്നെസ്. ഇനി നമ്മൾ വാട്ടർ കുഷന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. വാട്ടർ കുഷന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അടുത്ത നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ, മെയിൻ ആയിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മിനിമം ലെങ്ത് എത്രയായിരിക്കണം, 1.5 + 2 റൂട്ട് dc × h ചെയ്യുമ്പോൾ കിട്ടുന്നതോ അല്ലെങ്കിൽ 5 മീറ്റർ. 5 മീറ്റർ എന്ത് ചെയ്യണം, 5 മീറ്റർ മിനിമം വേണം, 5 മീറ്റർ കുറയാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന 5 മീറ്ററിനെക്കാളും ചെറുതാണെങ്കിൽ നമ്മൾ എന്തായിട്ട് എടുക്കും, 5 മീറ്റർ ആയിട്ട് അസ്യൂം ചെയ്യും. വലുതാണെങ്കിൽ ആ വാല്യൂ ആയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ കൊടുത്ത് നോക്കാം. ഇതിൽ കൊടുക്കുമ്പോൾ dc ക്ക് പകരം നമുക്ക് എത്ര വരും, 1.5 തന്നെ വരും, h ന് പകരം 2 വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 4.9 എന്നാണ് വന്നത്. ഇവിടെ 4.9 ആണ് വന്നത്. 4.9 ആണ് വന്നത്. അപ്പം അത് 5 മീറ്ററിനെക്കാളും ചെറുതായതുകൊണ്ട് നമ്മൾ എന്തെടുത്തു, 5 മീറ്റർ ആയിട്ട് അസ്യൂം ചെയ്തു വാട്ടർ കുഷന്റെ ലെങ്ത്.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ താഴത്തെ തിക്നെസ് കണ്ടുപിടിക്കണം. തിക്നെസ് ഓഫ് ഫ്ലോർ, അതായത് ഈ വാട്ടർ കുഷൻ കഴിഞ്ഞ് നമ്മൾ ഒരു ഫ്ലോർ കൊടുക്കണമല്ലോ, അതിന്റെ തിക്നെസ് എത്രയായിട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യാം. നമുക്കിപ്പം ഇത് ഈ സ്റ്റെപ്പ് മറന്നു പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അസ്യൂം ചെയ്യാം. 1 മീറ്റർ ആയിട്ട് നമുക്ക് അങ്ങ് അസ്യൂം ചെയ്തെടുക്കാം. അത് അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഇത് ഡിസൈൻ ചെയ്തെടുക്കണം. ഇതാണ് എഴുതി വെച്ചിങ്ങനെ 1 മീറ്റർ ആയിട്ട് അസ്യൂം ചെയ്യാം. അസ്യൂം ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും. ഈ സ്റ്റെപ്പ് ചെയ്യാൻ ലെങ്ത് ഓഫ് ക്രീപ്പ്, വെള്ളം ടോട്ടൽ ക്രീപ്പ് ലെങ്ത് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ക്രീപ്പ് ലെങ്ത് എന്ന് പറഞ്ഞാൽ വെള്ളം എന്താ ഈ ഡിസൈനിൽ ഇവിടെ കൂടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ താഴോട്ട് വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ അറ്റം വരെ പോകുന്ന ലെങ്ത് ആണ് ടോട്ടൽ ക്രീപ്പ് ലെങ്ത് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇതിലറിയാം ഇവിടത്തെ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. ഈ ഇതെന്ന് പറഞ്ഞാൽ 2.4 ആണ്. നമ്മൾ ഇത് 2.6 ആണ്. പിന്നെ ഇവിടെ നിന്ന് 1 മീറ്ററിന് കഴിഞ്ഞിട്ട് ഇവിടെ എന്തുണ്ട്, ഒരു 0.3 മീറ്ററും കൂടെ ഉണ്ട്. അപ്പൊ ഈ 1 മീറ്ററും ഈ 0.3യും ഈ 2.4ഉം ഈ 2.6ഉം കൂടെ നമുക്ക് കൂട്ടുമ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ ടോട്ടൽ ക്രീപ്പ് ലെങ്ത്. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയ 6.3. ഇനി നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്തായിട്ട് അസ്യൂം ചെയ്യും, 1.4 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഇസ് ഈക്വൽ ടു h/L എന്നാണ്. ഇത് h ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, ഹെഡ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമ്മളാണെങ്കിൽ ഇത് അങ്ങോട്ട് ഈ എൽ എന്ത് ചെയ്യും, എല്ല് ഇങ്ങോട്ട് പോയി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പം എന്നിട്ട് നമ്മൾ അപ്പോൾ 0.25 ഇൻറ്റു 6.3 എന്ന് വരെ നമുക്ക് ഇവിടെ ഹെഡ് കിട്ടി. ഇനി ടോട്ടൽ ഹെഡ് നമുക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ ഹെഡ് കണ്ടുപിടിക്കാൻ അപ്സ്ട്രീമിന്റെ ഫുൾ സപ്ലൈ ലെങ്തിൽ നിന്ന് ഡൗൺ സ്ട്രീമിന്റെ ഫുൾ സപ്ലൈ ലെങ്ത് കുറച്ചാൽ മതി. നമുക്ക് എന്ത് കിട്ടും, 2 എന്ന് കിട്ടും. ഇനി റെസിഡുവൽ ഹെഡ് ഓഫ് ഡ്രോപ്പ് വാൾ, റെസിഡുവൽ ഹെഡ് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ഇപ്പം കിട്ടിയ ടോട്ടൽ ഹെഡിൽ നിന്ന് നമുക്ക് നേരത്തെ കിട്ടിയ ഹെഡ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, റെസിഡുവൽ ഹെഡ് ഓഫ് ഡ്രോപ്പ് വാൾ കിട്ടും. ഇനി തിക്നെസ് ഓഫ് ഫ്ലോർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, റെസിഡുവൽ ഹെഡിൽ നിന്ന് ബൈ G-1 ചെയ്യാം. G എന്ന് പറഞ്ഞാൽ നേരത്തെ ഗ്രാവിറ്റി നമ്മൾ പറഞ്ഞു ഡെൻസിറ്റി ഓഫ് വാട്ടർ 2.25, അത് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 0.34 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് നമ്മളെ മിനിമം തിക്നെസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. കഴിഞ്ഞില്ല, മിനിമം തിക്നെസ് ഇത്ര പ്രൊവൈഡ് ചെയ്യണമെന്ന് അടുത്ത റൂൾ ഉണ്ട്. മിനിമം തിക്നെസ് എന്ന് പറഞ്ഞാൽ ഹാഫ് DC പ്ലസ് H. ഇതാണ് നമ്മൾ മിനിമം തിക്നെസ് പ്രൊവൈഡ് ചെയ്യണം. നമുക്ക് ഇപ്പം കിട്ടിയ തിക്നെസ് എത്രയാണ് വന്നിട്ടുള്ളൂ, 3.34. അപ്പൊ നമുക്കറിയാം ഈ മിനിമം ഈ തിക്നെസ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് ചെയ്ത് കിട്ടിയതാണ്. പക്ഷെ നമുക്കാണെങ്കിൽ അവിടെ ഒരു മിനിമം ഇത്ര തിക്നെസ്സിൽ കൊടുത്താലേ അത് സ്റ്റേബിൾ ആയിരിക്കുള്ളൂ എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അതിൻ്റെതാണ് ഈ ഫോർമുല. അപ്പൊ അത് കൊടുത്ത് നോക്കുമ്പോൾ നമുക്ക് 1 മീറ്റർ എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അവിടെ 1 മീറ്റർ എങ്കിലും വേണം. പക്ഷെ ഡിസൈൻ വൈസ് നമുക്ക് എത്ര കിട്ടിയുള്ളൂ, 0.34 കിട്ടിയുള്ളൂ. അപ്പൊ നമ്മൾ അത് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി എന്തെടുക്കും, 1 മീറ്റർ ആയിട്ട് അസ്യൂം ചെയ്യും. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇവിടെ 1 മീറ്റർ ആയിട്ട് നമ്മൾ ഇതിന്റെ ഇത്രയും ചെയ്താൽ നമുക്ക് 1 മീറ്റർ ആയിട്ട് ഡയറക്റ്റ് അസ്യൂം ചെയ്തെടുക്കുകയും ചെയ്യാം. ഈ സ്റ്റെപ്പ് മാത്രം എഴുതിക്കൊണ്ട് നമുക്ക് ഇതിനെ 1 മീറ്റർ ആയിട്ട് അസ്യൂം ചെയ്തെടുക്കുകയും ചെയ്യാം. എല്ലായിടത്തും ഇത് രണ്ടും പഠിപ്പിക്കത്തില്ല. ഇത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് എടുക്കാം. നമുക്കിപ്പോൾ ഇത് ഓർമ്മ നിൽക്കുമെങ്കിൽ ഇതും കൂടെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇത് മാത്രം എഴുതി 1 മീറ്റർ വാട്ടർ കുഷന്റെ തിക്നെസ് 1 മീറ്റർ ആയിട്ട് അസ്യൂം ചെയ്താൽ മതി. അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ നോച്ച് പിയറിന്റെ ഡിസൈൻ ആണ്. അപ്പൊ ഇതിൽ നോച്ച് പിയർ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ഒരു നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ട്രപ്പിസോഡൽ നോച്ച് വരും. നമ്മൾ ഇതേപോലെ 2 എണ്ണമാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ 2 നോച്ച് ആയിരിക്കും നമ്മൾ ഇതേപോലെ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ 2 എണ്ണം അറേഞ്ച് ചെയ്തിട്ട് അപ്പോൾ 2 എണ്ണത്തിൽ കൂടുതൽ ഡിസ്ചാർജും 2 ക്യൂമിക്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ മിനിമം വിഡ്ത്ത് ആണ് കണ്ടുപിടിക്കാനുള്ളത്. മിനിമം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ഫുൾ സപ്ലൈ ഡെപ്ത് ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാഫ് ഓഫ് ഫുൾ സപ്ലൈ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഫുൾ സപ്ലൈ ഡെപ്ത് 1.5 ആണെങ്കിൽ ഹാഫ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും, 0.75 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ടോപ്പ് വാളിന്റെ ഇത് തിക്നെസ് 1 മീറ്റർ ആയതുകൊണ്ട് ടോപ്പ് ഡ്രോ വാളിന്റെ തിക്നെസ് 1 മീറ്റർ ആയതുകൊണ്ട് നമ്മൾ ഇതിനേക്കാളും കൂടുതൽ കുറച്ച് അസ്യൂം ചെയ്യണം. അപ്പൊ 0.85 ആയിട്ട് അതിനെ അസ്യൂം ചെയ്യാണ് ചെയ്തത്. ഇത് നമുക്ക് 0.75 തന്നെ എടുക്കാം. ഞാൻ അതിൽ കൂടുതൽ എടുത്തേ ഉള്ളൂ. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സ്റ്റെപ്പ് 6 പ്രൊട്ടക്ഷൻ വർക്കിന്റെ ഡിസൈൻ ആണ്. അതാണ് ഞാൻ ആദ്യം കാണിച്ചു തന്നതുപോലെ തന്നെ ഇതാണ് നമ്മൾ അബട്ട്മെന്റ്, ഇതാണ് ഡ്രോപ്പ് വാള്, ഇതാണ് വിങ് വാള്, 2 സൈഡിലുള്ള വിങ് വാള്, അതൊക്കെയാണ്. അപ്പം ഇതിന്റെയൊക്കെ ഡിസൈൻ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നതാണ് നമ്മൾ ആദ്യത്തെ പ്രൊട്ടക്ഷൻ വർക്കായ അബട്ട്മെന്റ്. അപ്പം അബട്ട്മെന്റിന്റെ ഡിസൈനിൽ അബട്ട്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ 2 സൈഡിലും അബട്ട്മെന്റ് വരും. ഇതിന്റെ നടുക്കാണ് നമ്മുടെ ഡ്രോപ്പ് വാൾ വരുന്നത്. അപ്പം ഈ ഡ്രോപ്പ് വാളിന്റെ തിക്നെസ് എത്രയാണോ ആ ലെങ്തിൽ തന്നെ നമുക്ക് എന്തും കൊടുക്കണം, അബട്ട്മെന്റും കൊടുക്കണം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു ഇതിന്റെ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു, 2.6 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അബട്ട്മെന്റിന്റെ ലെങ്ത് എന്ത് തന്നെയായിരിക്കും, ഇത് തൊട്ട് ഇതുവരെയാണ് നമ്മളിപ്പം ഡ്രോപ്പ് വാൾ കൊടുക്കുന്നതെങ്കിൽ അതുവരെ തന്നെ എന്തും കൊടുക്കണം, നമുക്ക് ഈ അബട്ട്മെന്റും കൊടുക്കണം. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് 2.6 ആണെങ്കിൽ നമുക്ക് അബട്ട്മെന്റ് ലെങ്ത് എന്തിനാ കൊടുക്കണം, 2.6 തന്നെ കൊടുക്കണം. അതാണ് ആദ്യത്തെ 2.6 വന്നത്. പിന്നെ അബട്ട്മെന്റ് ടോപ്പ് വിഡ്ത്ത്, അബട്ട്മെന്റ് നമ്മൾ എങ്ങനെ തന്നെ ഡിസൈൻ ചെയ്യുന്നത്, ഇതേപോലെ ട്രപ്പിസോഡൽ പോലെ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ടോപ്പ് വിഡ്ത്ത് എത്രയായിട്ട് എടുക്കും, 0.5 ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും ഇത് തന്നെയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ടോപ്പ് ലെവലിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ടോപ്പ് ലെവൽ എത്രയാണ്, 12.5 ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ 12.5 തന്നെ ഇവിടെയും കൊടുത്തിട്ടുള്ളത്.
ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ സ്ലോപ്പാണ്. ഇതിന്റെ സ്ലോപ്പ് അബട്ട്മെന്റിന്റെ സ്ലോപ്പ് നമ്മൾ 1.8 ആയിട്ടാണ് 1:8 ആയിട്ടാണ് എടുക്കുന്നത്. ഇതിലും അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ തന്നെ ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഇതിന്റെ താഴെ ഒരു ഫ്ലോർ കൊടുക്കുന്നുണ്ട്. ആ ഫ്ലോറിന്റെ തിക്നെസ് നമ്മൾ 1 മീറ്റർ ആയിട്ട് അസ്യൂം ചെയ്യുകയാണ് ചെയ്യാറ്. പിന്നെ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓരോന്നിന്റെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇതിന്റെ ഹൈറ്റ് എത്രയാണെന്ന് അറിയാം. നമ്മൾ നേരത്തെ നമുക്ക് ഇതിന്റെ ഹൈറ്റ് അറിയാന്നുള്ളത് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു റെഡ്യൂസ് ലെവൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രോപ്പ് വാൾ ഡിസൈനിന്റെ തേർഡ് ഡിസൈനിൽ തന്നെ റെഡ്യൂസ് ലെവൽ ഓഫ് ബോട്ടം ഡ്രോപ്പ് വാളിന്റെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ 7.6. അപ്പോൾ ഈ 12.5 ഈ 7.6 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അവിടുത്തെ അതിന്റെ റെഡ്യൂസ് ലെവലാണ് കിട്ടുന്നത്. ഇവിടുത്തെ അല്ല, റെഡ്യൂസ് ലെവലിൽ അതിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതായിരിക്കും അതിന്റെ ഹൈറ്റ്. പിന്നെ അതുകൂടാതെ അതിൽ നിന്ന് പിന്നെയും നമ്മൾ ആ 1 മീറ്ററും കൂടെ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ നമ്മളെ ബോട്ടം വിഡ്ത്താണ് ഏറ്റവും താഴത്തെ ഈ നമ്മളവിടെ ഒരു അബട്ട്മെന്റിന് ഒരു ഫൗണ്ടേഷൻ വർക്ക് കൊടുക്കുന്നുണ്ട്. അതിന്റെയും താഴത്തെ റെഡ്യൂസ് ലെവലും കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് 7.6 നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ച 7.6 ആണ് നമുക്ക് അബട്ട്മെന്റിന്റെ ബോട്ടത്തിലുള്ള റെഡ്യൂസ് ലെവല്. 12.5 ആണ് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള റെഡ്യൂസ് ലെവല് ഫുൾ സപ്ലൈ ലെങ്തിന്റെ. അപ്പൊ അതിൽ നിന്ന് പിന്നെയും ഈ റെഡ്യൂസ് ലെവൽ അബട്ട്മെന്റിന്റെ റെഡ്യൂസ് ലെവലിൽ നിന്ന് പിന്നെ 1 മീറ്റർ, അതായത് ഫൗണ്ടേഷന്റെ 1 മീറ്ററും കൂടെ കുറച്ച് നമുക്ക് ഏറ്റവും ബോട്ടത്തിലെ റെഡ്യൂസ് ലെവലും കിട്ടും. എന്നിട്ട് ഇങ്ങനെ ഒരു ഫിഗറിലാണ് നമ്മൾ അവസാനം ഇത് കാണിക്കുന്നത്. അടുത്ത റൊട്ടേഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അപ്സ്ട്രീം വിങ് വാൾ ആണ്. ഇപ്പൊ നമ്മൾ ചെയ്ത അബട്ട്മെന്റ് ആണെങ്കിൽ അപ്സ്ട്രീം വിങ് വാൾ എന്ന് പറഞ്ഞാൽ ഇതാണ് അബട്ട്മെന്റ് എങ്കിൽ ഇതിന്റെ ഇങ്ങോട്ട് സൈഡില് ഉള്ള വിങ് വാളിനെയാണ് അപ്സ്ട്രീം വിങ് വാൾ എന്ന് പറയുന്നത്. ഈ വിങ് വാളിന്റെ ഡിസൈൻ നമ്മൾ ഇതേപോലെ ട്രപ്പിസോഡിലായിട്ട് തന്നെ ചെയ്യുന്നത്. ഇതിന്റെ ടോപ്പ് എന്ത് തന്നെയായിട്ടാണ് എടുക്കുന്നത്? 0.5 ആയിട്ട് തന്നെയാണ് അസ്യൂം ചെയ്യുന്നത്. അവിടുത്തെ റെഡ്യൂസ് ലെവൽ എന്ത് തന്നെ 12.5 ആണ്. പിന്നെ ഇവിടുത്തെ ഗുഡ്സ് ഓയിൽ ലെങ്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 8.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് ഏതുവരെ ആയിരിക്കും കൊടുക്കുന്നത്? 8.5 വരെ ആയിരിക്കും നമ്മൾ അതിന്റെ ബോട്ടം കൊടുക്കുന്നത്. അതായത് ഈ ബോട്ടം ലെവൽ 8.5 ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഹൈറ്റ് എങ്ങനെ കിട്ടും? ഈ 12.5 ന്ന് ഈ 8.5 കുറച്ചാൽ ഈ 8.5 എവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗുഡ്സ് ഓയിൽ ലെവൽ എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ആ 8.5 കിട്ടിയത്. പിന്നെ ഇവിടുത്തെ സ്ലോപ്പും എന്ത് തന്നെയാണ് കൊടുക്കുന്നത്? 1:8 1:8 തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ബോട്ടം തിക്നെസ് ബോട്ടം എന്ന് പറഞ്ഞത് ബോട്ടത്തിന്റെ ലെങ്ത് അത് നമ്മളെ പ്രൊട്ടക്ഷൻ വർക്കിനുണ്ട്. ബോട്ടത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ 0.4 ഇൻറ്റു ഹൈറ്റ് ഓഫ് ഔട്ട്മെന്റ് എത്രയുണ്ടോ അതേ ഇൻറ്റു 0.4 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വാല്യൂ കിട്ടുന്നത്? അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ഇതിന്റെ ബോട്ടം. ഈ കോൺക്രീറ്റ് വർക്ക് നമ്മൾ ചെയ്യുമല്ലോ ഫൗണ്ടേഷൻ, അതിന്റെ ലെങ്ത് എടുക്കുന്നത്. അതേപോലെ ഈ ക്വസ്റ്റ്യനിലും ഇതിലും അപ്സ്ട്രീം വിങ് വാളിലും അത് തന്നെയാണ് വരുന്നത്. ഈ 0.4ന്റെ ഈ ഹൈറ്റ് എത്രയാണോ ഇൻറ്റു 0.4 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അവിടെയും വരുന്നത്. ഇനി ഇതേപോലെ തന്നെ ഡൗൺ സ്ട്രീമിന്റെയും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഡെപ്ത് ഫുൾ സപ്ലൈ ഡെപ്ത് എത്രയാണ്? 10.5 ആണ്. ആ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യത്തേതായിട്ട് എടുക്കുന്നത്. താഴത്തത് എന്ത് തന്നെ വരുള്ളൂ? 7.6 തന്നെ. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. അത് തന്നെയാണ് അവിടെയും കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതിന്റെ ഹൈറ്റ് കിട്ടും. പിന്നെ ഇവിടുത്തെ തിക്നെസ് എത്രയാണ്? നമുക്ക് കോൺക്രീറ്റ് വർക്കിന്റെ തിക്നെസ് ഇവിടെ 0.6 ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്സ്ട്രീമിന്റെ രണ്ടെണ്ണത്തിലും 1 മീറ്റർ ആണ് കൊടുത്തത്. ഡൗൺ സ്ട്രീമിന്റെ വന്നപ്പോൾ നമ്മൾ 0.6 ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ താഴത്തെ റെഡ്യൂസ് ലെവലും കിട്ടും. ആ ഹൈറ്റ് ഇൻറ്റു 0.4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബോട്ടം വിങ് വിഡ്ത്തും കിട്ടും. ഇത്രയാണ് ഇതിലുള്ളത്. ഇതേ സാധനം തന്നെയാണ് റീറ്റെയിൻ വാളും. ഈ ഡൗൺ സ്ട്രീം വിങ് വാൾ എങ്ങനെയാണോ പോകുന്നത് അതേപോലെ തന്നെയാണ് റീറ്റെയിൻ വാളും പോകുന്നത്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഡിസൈൻ സെയിം ആയതുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പ്രൊട്ടക്ഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്സ്ട്രീമിന്റെ വിങ് വാൾ, ഇതാണ് നമ്മൾ അബട്ട്മെന്റ്, ഇതാണ് നമ്മുടെ ഡൗൺ സ്ട്രീം വിങ് വാൾ, ഇതാണ് നമ്മുടെ റീറ്റെയിൻ വാൾ. ഇനി ഈ പടത്തിൽ കാണുമ്പോൾ അറിയാം ഇവിടെ എന്ത് നമുക്ക് ഒരു ഡിസൈൻ കാണാൻ പറ്റും. അപ്പൊ ഇത് ഇനി നമുക്ക് ഡിസൈൻ ചെയ്യണം. ഇതാണ് നമ്മൾ അവസാനത്തെ ചെയ്യാനുള്ളത്. ഇവിടെ വരുന്നത് ഈ വെള്ളം പോലെ കാണുന്നില്ലേ? ഇതാണ് നമ്മളെ വാട്ടർ കുഷൻ. അതാണ് അതിന്റെ ഡിസൈൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അവസാനമുള്ളത് ഈ ഫ്ലോറിന്റെ ഡിസൈനാണ്. ഇതിനെ നമ്മൾ റിവട്ട്മെന്റ് എന്നും ബെഡ് പിച്ചിങ് എന്നും പറയും. അപ്പൊ ഇതിന്റെ അപ്സ്ട്രീമിലുള്ളതിൻ്റെതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്സ്ട്രീമിലുള്ളത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 DC ഓർ 3 മീറ്റർ. 3 DC ആണോ അല്ലെങ്കിൽ 3 മീറ്റർ, ഇതിൽ ഏതാണോ വലുത് അതാണ് എടുക്കുന്നത്. DC നമുക്കറിയാം ഡൗൺ സ്ട്രീമിന്റെ ഡെപ്ത് ആണ് DC. അപ്പൊ നമുക്ക് 3 ഇൻറ്റു 1.5 ചെയ്യുമ്പോൾ 4.5 ആണ് കിട്ടുന്നത്. ഏതാണോ ഗ്രേറ്റർ അതാണ് എടുക്കുന്നത്. അപ്പോൾ 4.5 ആണ് നമ്മൾ അവിടെ എടുക്കുന്നത്. അപ്പൊ ലെങ്ത് ഓഫ് റിവട്ട്മെന്റ് എത്ര കിട്ടി? 4.5 എന്ന് കിട്ടി. ഇനി ലെങ്ത് ഓഫ് ബെഡ് പിച്ചിങ് അപ്സ്ട്രീം സൈഡിലാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്സ്ട്രീം സൈഡിലെ ബെഡ് പിച്ചിങ് എത്രയാണെന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് റിവട്ട്മെന്റിന്റെ പകുതി ആയിരിക്കും. ഇവിടെ 4.5 ആണ് നമുക്ക് കിട്ടിയത്. അതിന്റെ പകുതി 2.25 ആയിരിക്കും നമുക്ക് ഇവിടെ വരുന്നത്. ഇനി അടുത്ത് വരുമ്പോൾ ഡൗൺ സ്ട്രീമിന്റെ ഇതേപോലെ തന്നെ ഫോർമുലയിൽ വ്യത്യാസമുണ്ട്. ലെങ്ത് ഓഫ് റിവട്ട്മെന്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ 4D+H ആണ്. 4 ഇൻറ്റു D+H ആണ്. അവർ 0.6 മീറ്റർ ആണ്. ഏതാണോ കൂടുതൽ അതാണ്. 0.6 അല്ല 6 ആണ്. 6 മീറ്റർ. അപ്പൊ നമുക്ക് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് എന്തേ വന്നുള്ളൂ? 3 മീറ്ററേ വന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോൾ 6 മീറ്റർ ആയി. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വെള്ളം
അപ്സ്ട്രീമിൽ വെള്ളം പയ്യെ വരികയാണ് ചെയ്യുന്നത്. ഡൗൺ സ്ട്രീമിലെന്ന് പറഞ്ഞാൽ ഒരു താഴ്ചയിലോട്ട് വെള്ളം ഇങ്ങനെ ചാടി പോവുകയാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി വരുവാണ്. അപ്പം ഇവിടെ കൂടുതൽ പ്രഷർ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അതിനനുസരിച്ച് ബെഡ് പിച്ചിങ്ങിന്റെ അളവ് ശകലം കൂട്ടി വെച്ചിട്ടുള്ളത്. അപ്പം 6 മീറ്റർ എന്ന് അതോ അതിൽ കൂടുതലോ ആവണമെങ്കിൽ മാത്രമേ നമുക്ക് സേഫ് ആയിട്ട് അത് അവിടെ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈ വെള്ളം വന്ന് വീണ ഫോഴ്സിൽ അത് ഒലിച്ചു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് 6 മീറ്റർ ഒക്കെ കൊടുക്കുന്നത്. ഇതേപോലെ ഈ ഫോർമുലയിൽ ഡി എന്താണെന്ന് അറിയാം, എച്ച് എന്താണെന്ന് അറിയാം. ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 14 എന്നാണ് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ ലെങ്ത് ഓഫ് റിവട്ട്മെന്റ് എന്തായിട്ട് എടുത്തു, 14 ആയിട്ട് എടുത്തു. ഇനി ബെഡ് പിച്ചിങ് കണ്ടുപിടിക്കാൻ നേരത്തെ പോലെ തന്നെ ഹാഫ് ഓഫ് ലെങ്ത് ഓഫ് റിവട്ട്മെന്റ് ആണ്. ഹാഫ് ഓഫ് ലെങ്ത് ഓഫ് റിവട്ട്മെന്റ് എന്നാണ് നമുക്ക് എത്ര കിട്ടും, 7 മീറ്റർ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിന്റെ ട്രപ്പിസോഡൽ നോച്ചിന്റെ ഡിസൈൻ. ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതിന്റെ പടം വരയ്ക്കുന്നതുകൊണ്ട് ഡ്രോയിങ് ഉണ്ട്, അത് എല്ലാവരും നോക്കിയിട്ട് പോവുക.